നമസ്കാരം. അമ്മയ്ക്ക് എന്നെ ഓർമ്മയുണ്ടോ? ആ ഈ നാട്ടിൽ വന്നിട്ട് ആദ്യമായി ഒരു ഗ്ലാസ് വെള്ളം തന്ന ആളിനെ അങ്ങനൊന്ന് മറക്കാൻ പറ്റുമോ? വാതിൽ തുറന്ന അമ്മ ആദ്യം കാണുന്നത് ഗതികെട്ട എന്റെ മുഖാവുണ്ടെന്ന് കരുതി മാറിയുന്ന. നല്ല കയ്യുമല്ല, നല്ല കണിയുമല്ല. അയ്യോ, എന്താ കുട്ടി ഇങ്ങനൊക്കെ പറയണേ? വേറെന്താ പറയാമേ, എന്റെ കാല് മണ്ണി കുത്തിയ പിന്നെ തന്തയും തള്ളയൊന്നും അധികം നിന്നിട്ടില്ല. ജന്മസുഹൃതം. ഇക്കണ്ട കാലമൊക്കെ സ്റ്റേഷനിലെ എല്ലാവരുടെയും എല്ലാമായിട്ട് കഴിഞ്ഞതാ. പക്ഷെ ഇപ്പോ ആരുടെ ആരും അല്ലാണ്ടായി. പോലീസ് അല്ലാത്ത ഞാൻ സ്റ്റേഷനിലും ക്വാർട്ടേഴ്സിലൊന്നും പണി ചെയ്ത് ജീവിക്കണ്ടെന്നും പറഞ്ഞ് SI സാർ പിടിച്ച് പുറത്താക്കി. എനിക്കെന്റെ അമ്മയെ കണ്ടതൊരു ഓർമ്മ മാത്ര. ആ അമ്മ സത്യം. സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയ പിന്നെ ഒരു വക കഴിച്ചിട്ടില്ല, കഴിക്കുകയില്ല. ഈശ്വര, വേണ്ടാതീനൊന്നും പറയല്ലേ കുട്ടി. പറഞ്ഞ് വിഷമിപ്പിക്കുകയാണെന്ന് വിചാരിക്കരുത്. പറയാൻ എനിക്ക് ഈ ലോകത്താരാ? ഒരേ ഒരു മോനെന്നും പറഞ്ഞ് ജീവിക്കുന്ന അമ്മയല്ലേ, അതുകൊണ്ട് പറഞ്ഞു മാത്രം. ജയം പറഞ്ഞു അങ്ങോട്ട് കയറണ്ടെന്ന്. ആ, അങ്ങനെ പറയാൻ സാറിനല്ലേ അവകാശമുള്ളൂ. തിരിച്ചു കയറാൻ പറയാനും സാറിനെ കൊണ്ടേ പറ്റൂ. കുട്ടി ഇരിക്കെ, കുടിക്കാൻ എന്തെങ്കിലും? വേണ്ടമ്മേ, പറഞ്ഞില്ലേ എന്റെ അമ്മ സത്യം. പോലീസ് സ്റ്റേഷനിൽ തിരിച്ചു കയറാൻ പറ്റിയില്ലെങ്കിൽ പച്ചവെള്ളം കുടിക്കാതെ എന്റെ അമ്മ പോയ വഴിക്ക് തന്നെ ഞാനും പോവും. ദാ ഈ അമ്മ സത്യം. മഞ്ചാടിക്കുന്നിന്റെ മുകളിലൊരു പെൺകുട്ടിയുണ്ടേ. എന്നെ കാണാത്ത ദിവസങ്ങളുടെ എണ്ണവും നോക്കി മഞ്ചാടി കുരുക്കളും മാറ്റി വെച്ചങ്ങനെ കാത്തിരിക്കും. ആരാ അത്? എന്റെ ഗൗരി, ഞാൻ കെട്ടാൻ പോണ പെണ്ണ്. ചാവുമ്പോ ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ലല്ലോ, അവളെ കൂടെ കൊണ്ടുപോണ്ടേ. ഇനി സങ്കടം പറയാൻ ഉത്തമൻ ഇങ്ങോട്ട് വരില്ലമ്മേ. അതിന് ഉത്തമൻ ഉണ്ടാവില്ല. പറ്റേ, ഇത് എന്റെ അമ്മയുടെ ഇഷ്ടദൈവം ആരായിരുന്നു എന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ അമ്മയ്ക്ക് ഇഷ്ടാണെന്ന് അറിഞ്ഞു. കളിമണ്ണാണെങ്കിലും കണ്ണനല്ലേ, എടുത്തു കളയില്ലാന്ന് തോന്നി. ഇനി പ്രാർത്ഥിക്കുമ്പോ ഒരു വാക്ക്, അതൊരു കാവലായിരിക്കും ആരോരും ഇല്ലാത്ത എനിക്ക്. എൺപത്തിനാല്, 84, 85, 85, 86, 86, 87, 87, 88, 88, 89, 100. 89 കഴിഞ്ഞ പിന്നെ 100. നീ ഏത് സ്കൂളിലാണ് പഠിച്ചത്? സ്കൂളിന്റെ കുഴപ്പമില്ല സാറേ, വയ്യാഞ്ഞിട്ടാ. ഇനി അടുത്ത തവണ പിടിക്കുമ്പോ ഈ ഏത്തം കൂടെ ചേർത്തിട്ടേക്കാം. അപ്പൊ നീ ഈ പണി നിർത്താൻ കണ്ടല്ലേ? നിർത്താനാ? കഷ്ടപ്പെട്ട് പഠിച്ച തൊഴിലാണ്. സാറിനത് പറയാം. നിങ്ങൾക്കൊക്കെ പെൻഷൻ കിട്ടും. എന്താ പോക്കറ്റ് അടിക്കാരായ ഞങ്ങളുടെ കഥ അതാണ്. ഞങ്ങൾക്ക് എവിടുന്ന പെൻഷൻ? കഷ്ടപ്പെട്ടാ ജീവിക്കാം. അപ്പൊ പിന്നെ നീ തുടങ്ങിക്കോ. ചെറിയാൻ, മിനിസ്റ്ററുടെ പ്രോഗ്രാമിൽ ചെറിയൊരു വ്യത്യാസം. ഉദ്ഘാടനം കഴിഞ്ഞ മിനിസ്റ്റർ സുഹൃത്തിന്റെ വയ്യാതെ കിടക്കുന്ന അമ്മയെ കാണാൻ ഇതുവഴി പോകും. ഉറപ്പില്ല, എന്നാൽ നമ്മൾ ഡ്യൂട്ടിക്ക് ആളെ വിടണം വേഗം. അല്ല, കോൺസ്റ്റബിൾസ് 3 പേരും അവരെവിടെ പോയി? മാധവന്റെ അമ്മയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് അമ്മയെയും കൊണ്ട് സ്കൂളിൽ പോയി. സ്കൂളിൽ പോയി? അല്ല, ഹോസ്പിറ്റലിലേക്ക് പോയി. ഉത്തമൻ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യായിരുന്നു. അപ്പൊ പിള്ളയും ഇസ്മയിലും കൂടി കുട്ടികളെയും കൊണ്ട് സ്കൂളിലേക്ക് പോകാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് പോയി. ഹോസ്പിറ്റലിലോ? താൻ എന്തൊക്കെയാ പറയുന്നത്? അല്ല, ഉത്തമൻ ഉണ്ടായിരുന്നെങ്കിൽ സ്കൂളും ഹോസ്പിറ്റലും കൂടി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റൂലോ. ഉത്തമൻ ആ, ഉത്തമൻ ഇല്ല, അത് തന്നെ. ഒന്ന് നിർത്തോ. ജോലിക്കാരിയാണ് ഞാൻ പറയുന്നത്. ഡ്യൂട്ടിക്ക് ആള് വേണം, ഇല്ലെങ്കിൽ അൺഓതറൈസ്ഡ് ആബ്സെൻസ് റിപ്പോർട്ട് ചെയ്ത് ഞാൻ SP എഴുതും. ഞാൻ ഇനി എവിടെ പോവും എന്റെ കർത്താവേ? കൂലിപ്പണിക്ക് കൊത്താനും കളയ്ക്കാനും തമിഴന്മാരെ വരെ കിട്ടാത്ത കാല. എന്നിട്ടാ പെട്ടെന്ന് ഡ്യൂട്ടിക്ക് 3 പോലീസുകാർ വേണമെന്ന് പറയുന്നത്. വല്ല കടയിലും വാങ്ങാൻ കിട്ടുമായിരുന്നെങ്കിൽ എന്റെ കയ്യിലുള്ള കാശ് കൊടുത്ത് 3 അല്ല 300 പോലീസുകാരെ ആ മന്ത്രിയുടെ സുഹൃത്തിന്റെ അമ്മയുടെ തലയിൽ പണ്ടാറടിക്കാനെ. ഒരാളെ കിട്ടാൻ എന്താ ചെയ്യാ? അതെ, ഒന്നിങ്ങോട്ട് വന്നേ ഒരു മിനിറ്റ്. എന്തേ? ഞാൻ മതിയാ. നമ്മളിപ്പോ എവിടെ നിർത്തിയത്? ഓർമ്മയില്ല അല്ലേ? എന്നാ പിന്നെ നമുക്ക് 1 തുടങ്ങാം. അയ്യോ, ഓർമ്മ വന്ന് 88. 88 അവിടെ നിൽക്കട്ടെ. അതിനാരും കൊണ്ടുപോയില്ല. വേണമെങ്കിൽ 2 പോലീസുകാരെ കാവൽ നിർത്താം. നിന്ന് ഞാൻ ശരിയാക്കി തരാടാ. 1, 2. ഇതെന്താ എനിക്ക് മാത്രം? അമ്മയ്ക്ക് വല്ല നൊയമ്പുണ്ടോ? നൊയമ്പൊന്നും ഇല്ലല്ലോ. രാവിലെ ഒരുമിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതല്ലേ. ഓ, ഇനി പിണക്കം വല്ലതും ഉണ്ടോ? ഒരാൾക്ക് ഈശ്വരൻ വിളമ്പിയ ഊണ് എന്റെ മോനായിട്ട് തട്ടി മാറ്റിയിട്ടുണ്ടെങ്കിൽ ആ തെറ്റിന് ഈശ്വരൻ നിന്നോട് പൊറുക്കാൻ അമ്മ നോയമ്പ് നോറ്റല്ലേ പറ്റൂ. ഇന്ന് സമയം കിട്ടിയപ്പോ ഭഗവത്ഗീത എടുത്തു വെച്ച് ഒന്നുകൂടെ വായിച്ചിട്ടുണ്ട്. ഓ, ഇപ്പൊ എന്താണാവോ പുതുതായിട്ട് ഈ തലയിലൊക്കെ കയറി വന്നത്? എന്റെ തലയിലേക്കല്ല, ഈ വീട്ടില് നോക്ക്. അയ്യോ, ഇത് ആരിത്? കക്ഷി ഇത് എപ്പോ വന്നമ്മേ? നീ എന്തിനാടാ ആ പാവം പിടിച്ച ചെറുക്കനെ അവിടുന്ന് പിടിച്ച് പുറത്താക്കിയത്? ആരെ? നമ്മുടെ ഗുരുവായൂരപ്പനെ?
എനിക്ക് കേക്കണ്ട നിന്റെ തമാശ. പാവം, ഇന്നലെ മുതൽ ഉണ്ണാവൃത അത്രേ. ഒന്നുകിൽ അവിടെ തിരിച്ചു കയറാൻ പറ്റുക, ഇല്ലെങ്കിൽ എനിക്ക് ഓർക്കാൻ വയ്യ ആ ചെക്കൻ പറഞ്ഞിട്ട് പോയ കാര്യങ്ങൾ. ഓഹോ, ഇതിപ്പോ എവിടെ ചെന്നാലും അവനൊരു തലവേദനയാണല്ലോ. അമ്മയ്ക്കറിയാവോ അവൻ ആരാണെന്ന്? അവനും പോലീസുകാരൻ. അവിടെ ഇപ്പൊ പാസ്പോർട്ട് എൻക്വയറിക്ക് വരെ അവനാ പോകുന്നത്. അത് നിന്റെ പോലീസുകാരുടെ കൊള്ളരുതായ്മ. അവരെ പറഞ്ഞു നന്നാക്ക്, ഇല്ലെങ്കിൽ പറഞ്ഞയക്കേ. പറ്റുവാ നിന്നെ കൊണ്ട്? ആരോരും ഇല്ലാത്ത ഒരുത്തന്റെ കഞ്ഞുകൂടി മുട്ടിച്ചു എന്നുള്ള ദൈവദോഷം വേണോ എന്റെ കുട്ടിക്ക്? ആരോ ആവട്ടെ, ഒരമ്മ പെറ്റ കുട്ടിയല്ലേ അവനും. പറഞ്ഞത് നേരാണെങ്കിൽ പട്ടിണിയാവൻ. അതും കേട്ടോണ്ട് എനിക്ക് ഈ ഊണറങ്ങില്ല. പെറ്റ അമ്മ പോലും ഇല്ലാത്രേ അവന് വേണ്ടി സങ്കടപ്പെടാൻ. നീ കഴിച്ചു. പൂട്ടിക്കും. പോലീസ് സ്റ്റേഷൻ ഞാൻ പൂട്ടിക്കും. അല്ല, ഉത്തമൻ അവിടെ ഇല്ലെങ്കിൽ സ്റ്റേഷൻ താനേ പൂട്ടിക്കോളും. അതിനു മുമ്പ് എന്റെ ഓഫീസ് പൂട്ടല്ലോ മോനെ. രണ്ടാമത്തെ ദിവസമായി നിരാഹാരം. ചാവട്ടെ, ഇവിടെ കിടന്ന് ചാവട്ടെ. പക്ഷെ ഒരു കത്ത് ഞാൻ എഴുതി വെക്കും. എന്റെ മരണത്തിന് പരിപൂർണ ഉത്തരവാദി SI ജയരാജൻ എന്ന കാക്കിക്കുള്ളിലെ കാട്ടാളൻ മാത്രമാകുന്നു എന്ന് മരിച്ചുപോയ സ്വന്തം ഉത്തമൻ. പോരെ തെളിവുകള് നാളെ കാലത്ത് പത്രത്തിൽ വാർത്ത വരും. അവന്റെ പേരിൽ കേസെടുക്കും. എന്റെ പണി പോയ പോലെ തന്നെ അവന്റെ പണിയും പോകും. എന്നിട്ട് തൊപ്പി തിരിച്ച് തലയിൽ വെക്കാൻ വേണ്ടി അവൻ തേരാപ്പാര അലഞ്ഞു തിരിഞ്ഞ് നട്ടം തിരിയുന്ന എനിക്ക് എന്റെ കണ്ണുകൊണ്ട് കാണണം. നീ ചത്തതിന് ശേഷോ? അതെ, ചത്തതിന് ശേഷം. ഈ താടിയടക്കം കത്തിക്കും ഞാൻ. എനിക്ക് കാണാൻ പറ്റില്ലെങ്കിലും നിങ്ങൾക്ക് കാണാമല്ലോ. ഒരു SI. പിന്നെ പോലീസ് കണ്ടുപിടിച്ച ഇയാളാണല്ലോ. എനിക്കറിയാൻ മേലാണ്ട് ചോദിക്കുക. അയാൾ ഈ കാക്കിക്കുപ്പായി ഊരി വെച്ചിട്ട് ചന്തയിലോട്ട് ഇറങ്ങട്ടെ, കാണിച്ചു കൊടുക്കാൻ ഞാൻ. പറയാം. എവിടെ കയറാൻ? ഇത് പോലീസ് ജീപ്പാ. ഇതിനകത്ത് 2 കൂട്ടരെ കാണും, പോലീസുകാർ അല്ലെങ്കിൽ ക്രിമിനൽസ്. പിന്നെന്തിനാ ഞാനകത്ത് കയറുന്നത്? കാക്കിക്കുപ്പായ അഴിച്ചു വെച്ച് ഈ അങ്ങാടിയിലേക്ക് ഇറങ്ങിയാൽ നീ എന്നെ അങ്ങോട്ട് ഒലത്തിക്കളയുമെന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ. അത്രയ്ക്ക് ധൈര്യം ഉണ്ടോടാ നിനക്ക്? സാറിന് വലിയ ധൈര്യമാണല്ലോ. അതുപോലെ കുറച്ചൊക്കെ ധൈര്യം എനിക്കുണ്ട്. ചെറുപ്പം മുതലേ നല്ല ധൈര്യമുള്ള പോലീസുകാരോട് ജീവിച്ചവനാ ഞാൻ. പണ്ട് ഇവിടെ ഉണ്ടായിരുന്ന SI രാമകൃഷ്ണൻ സാറിന് അറിയോ? ഇപ്പം മൂത്ത് DYSPയാ. ഞാനൊന്ന് പറഞ്ഞു കൊടുത്താണ്ടല്ലോ ജോലി പോയി. ഞാൻ ഇവിടുത്തെ സബ് ഇൻസ്പെക്ടറാണ്. അറിയാം, അതുകൊണ്ടാണ് എന്നെ അവിടെ പിടിച്ച് പുറത്താക്കിയത്. എനിക്ക് വീട് ഷിഫ്റ്റ് ചെയ്യേണ്ടി വന്നു. ഞാൻ ഈ പ്രോപ്പർട്ടീസും കൊണ്ട് എങ്ങോട്ട് പോകും? എടാ, ഈ അങ്ങാടിയിലെ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് നീ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എനിക്ക് നാണക്കേടാ. അതിലും വലിയ നാണക്കേട്. പതിയെ അതിലും വലിയ നാണക്കേട് അങ്ങാടിയിൽ ഇപ്പൊ ഞാൻ അനുഭവിച്ചോണ്ടിരിക്കുക. കാരണം എനിക്ക് വീട് ഷിഫ്റ്റ് ചെയ്യേണ്ടി വന്നു. ഇപ്പോ ഞാൻ പറയുന്നത് കേട്ട് നീ ഈ ജീപ്പിലേക്ക് കയറ്. വലിയ ആൾക്കാരെ നാണം കെടുത്തണം എന്നുള്ള ഉദ്ദേശമൊന്നും എനിക്കില്ല. അപ്പൊ കേറാം. പക്ഷെ കാര്യം എന്താന്ന് പറയണം. വീരനക്ക, എന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ ഒന്ന് നോക്കിക്കൊള്ളേ. ഞാൻ ഈ വീട് ഷിഫ്റ്റിങ്ങിന്റെ ഒരു തിരക്കിലായിരിക്കും. വണ്ടി കയറാ. ഇങ്ങോട്ട് ഇറങ്ങണം. അങ്ങയുടെ തൃപ്പാദങ്ങൾ ഈ മുറ്റത്തൊന്ന് ചവിട്ടാൻ അടിയൻ എന്തൊക്കെ ഒരുക്കങ്ങളാണാവോ ചെയ്യേണ്ടത്? ഇങ്ങോട്ട് ഇറങ്ങടാ. ഇറങ്ങാൻ വരണം. ദാ അമ്മയുടെ സ്വാമി ഉണ്ണാവൃത തിരുവടികൾ. നിനക്കിതെന്താ ജയ? ഒരാളെ വീട്ടിലേക്ക് വിളിച്ചു കൂട്ടിക്കൊണ്ട് വന്നിട്ട്. അമ്മയല്ലേ പറഞ്ഞത് ഇവൻ ആരുമില്ല, പാവമാണ്, മുന്തിയ ചരക്കാണെന്നൊക്കെ. അങ്ങാടിയിൽ ഇവൻ എന്നോട് കാണിച്ചതൊന്നും അമ്മ കണ്ടില്ലല്ലോ. വെച്ചിട്ടുണ്ടടാ നിനക്ക് ഞാൻ. തീർന്നില്ലേ കുഞ്ഞെ നിങ്ങൾ തമ്മിലുള്ള വിരോധം? ഈ നിലയ്ക്ക് പോയാൽ അത് നല്ല രീതിയിൽ തീരുന്ന എനിക്ക് തോന്നണില്ല. എന്താടാ? ഒന്നുമില്ല. തന്റെ മീശ ഇങ്ങനെ മേലേക്ക് നിൽക്കുള്ളൂ? താഴേക്ക് നിൽക്കും. എങ്ങനെയാ അത് കാണട്ടെ? ഇത്രയല്ലേ വേണ്ടു. തന്റെ യൂണിഫോം എന്തേ? ആ കാക്കി കളസവും പോലീസുകാരന്റെ തൂഷും. അത് സ്റ്റേഷനിൽ നിന്ന് പിടിച്ച് പുറത്താക്കിയപ്പോ ഞാൻ അഴിച്ചു വെച്ചു. അകത്തേക്ക് വരണം. വാടാ. സാധാരണ നിലയിൽ താൻ എത്ര ദിവസം വരെ നിരാഹാരം കിടക്കും? എന്നെ ഇന്നേ വരെ അവിടെ നിന്ന് ആരും പിടിച്ച് പുറത്താക്കിയിട്ടില്ല. അതുകൊണ്ട് ഇതുവരെ വേണ്ടി വന്നിട്ടില്ല. അങ്ങനെ വേണ്ടി വന്നാലോ? മരണം വരെ കിടക്കും. അന്നം മുമ്പിൽ വെച്ചിട്ട് ഇമാതിരി വർത്താനം പറയാതെ രണ്ടാളും. അമ്മ വിളമ്പിക്കോ, അവൻ കഴിക്കും. എനിക്ക് വേണ്ട. കൺമുമ്പിലില്ലെങ്കിലും കണ്ടോർമ്മയില്ലെങ്കിലും മനസ്സിലൊരു അമ്മയുണ്ട്. ആ അമ്മയെ പിടിച്ച് സത്യം ചെയ്താൽ ഞാൻ തെറ്റിക്കാറില്ല. എനിക്ക് വേണ്ട. ഉത്തമ പറയുന്നത് അനുസരിക്കുന്നതാണ് നിനക്ക് നല്ലത്. ഇത്രയും കാലം ഞാൻ ജീവിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് എന്നെ പിടിച്ച് പുറത്താക്കി. എന്റെ കഞ്ഞിയൂടി മുട്ടിച്ചു. നാട്ടുകാരുടെ മുമ്പിൽ എന്നെ നാണം കെടുത്തി. എന്നിട്ടും വേണ്ടാത്ത ചോറ് എന്നെ കൊണ്ട് തല്ലി അനുസരിപ്പിച്ച് കഴിപ്പിക്കാനാണെങ്കിലേ അത് കൊലച്ചോറാ. എനിക്ക് വേണ്ട. വിളിച്ചപ്പോ വന്നത് എന്റെ മര്യാദ. മനസ്സ് വേദനിപ്പിക്കാതെ പറഞ്ഞയക്കേണ്ടതേ നിങ്ങളുടെ മര്യാദയാ. മോനെ, നീ പറഞ്ഞില്ലേ കൺമുന്നിലില്ലെങ്കിലും കണ്ട ഓർമ്മയില്ലെങ്കിലും മനസ്സിലൊരമ്മയുണ്ടെന്ന്. ഞാനൊരമ്മയാണ്.
അമ്മ പറഞ്ഞ മക്കള് കേക്കണം. വാ മോനെ. നിന്റെ പോലീസ് കാര്യങ്ങളൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ അതിലിട്ട് ഇടപെടുന്നുമില്ല. ഇതിനെ നീ കൈയൊഴിയരുത്. പിന്നെ എന്തുദ്ദേശത്തില അമ്മേ ഞാൻ ഇവനെ ഇങ്ങോട്ട് കൂട്ടിയിട്ട് വന്നത്? പക്ഷെ ഇനി അവിടെ വന്ന് പോലീസ് കളിക്കോ? ആ നല്ല കുട്ടിയായിട്ട് ഇവൻ അവിടൊക്കെ നിന്നോളൂ. ഇല്ലേ കണ്ണാ? കണ്ണനോ? ആ, നിനക്ക് തോന്നിയോ? അവൻ കൊണ്ടുവന്നില്ലേ സാക്ഷാൽ കണ്ണനെ? എനിക്ക് ഇവനെ ഇങ്ങനെ വിളിക്കാൻ തോന്നി. പാവം, പട്ടിണി കിടന്നു. പട്ടിണി ഒരുപാട് കിടന്നിട്ടുണ്ട്. സാധാരണ കുട്ടികള് സ്കൂളിൽ നിന്ന് ഒളിച്ചോടി പോവാന്ന് കേട്ടിട്ടില്ലേ? ഞാൻ ചെറുപ്പത്തില് അങ്ങാടിയിൽ നിന്ന് ഒളിച്ചോടി അനാഥാലയത്തിൽ പോയി ചേർന്നിട്ടുണ്ട്. പഠിക്കാനുള്ള ആശ കൊണ്ട് പോലീസ് ആവാനേ. അവിടുത്തെ സ്ഥിതിയൊക്കെ കഷ്ടം തന്നെയായിരുന്നു. പട്ടിണി എന്ന് പറഞ്ഞാൽ അതായിരുന്നു പട്ടിണി. ഓർഫനേജിന്റെ വളപ്പിൽ കുറെ പപ്പായ മരം ഉണ്ടായി. എന്നും പപ്പായ ഉപ്പിട്ട് വേവിച്ച് തരും. കഞ്ഞിയിലാണെന്ന് വെച്ചാ വറ്റിനേക്കാ കൂടുതൽ കല്ലും മണ്ണുവാ. ഇൻസ്പെക്ഷൻ ആള് വരുന്ന ദിവസം കോറത്തുണി കുഴല് പോലെ തുന്നി 2 കൈയും പിടിപ്പിച്ച് ഇടിച്ചു തരും. വരുന്നവര് ചോദിച്ചാ ആഴ്ചയിൽ ഒരു ദിവസം മീൻകറി, പിന്നെ മുട്ടക്കറി, ഇറച്ചിക്കറി, കോഴിക്കറി. കോഴി എന്നൊക്കെ പറയുന്നത് അപ്പുറത്തെ പറമ്പിൽ ജീവനോടെ മാത്രമേ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ. ഞങ്ങള് പൊട്ടന്മാര് പഠിപ്പിച്ചു തന്നൊക്കെ അതുപോലെ പറയുകയും ചെയ്യും. അനാഥ കുട്ടികളല്ലേ, ആര് ചോദിക്കാൻ. ഒരിക്കൽ ഞങ്ങൾ കുട്ടികളെല്ലാം കൂടി ചേർന്ന് പപ്പായ മരത്തിന്റെ ചോട്ടിൽ വെള്ളം തിളപ്പിച്ചൊഴിച്ചു. മരം ഉണങ്ങി പോകാൻ വേണ്ടിയിട്ടാ. തെണ്ടിക്കുട്ടികളുടെ പ്രാർത്ഥന ദൈവം കേട്ടു. പപ്പായ മരമൊക്കെ ഉണങ്ങിപ്പോയി. എന്നിട്ടോ അതോടെ ഉപ്പിട്ട് പുഴുങ്ങിയ പപ്പായ കൂട്ടാനില്ലാണ്ടായി. പട്ടിണിയാണെങ്കിൽ പഠിക്കണമെന്നുണ്ടായിരുന്നു. പോലീസായിട്ട് തെണ്ടിക്കുട്ടികളുടെ കഞ്ഞി കട്ടുകുടിക്കുന്നവരെ പിടിക്കാൻ 8-9 ക്ലാസ് വരെ ഒപ്പിച്ചു. പിന്നെ ചൊറി പിടിച്ചു. മേലാകെ ചൊറിയും പുണ്ണും. ഒരിക്കൽ ചെറിയാൻ സാറും ബീരാനിക്കയും കൂടി പരിപ്പോടെയൊക്കെ ആയിട്ട് എന്നെ കാണാൻ വന്നപ്പോ എന്റെ സ്ഥിതി കണ്ട് സഹിക്ക വയ്യാതെ കൂട്ടിക്കൊണ്ടുവന്നു. വിദ്യാഭ്യാസം എന്നുള്ള അഭ്യാസം അതോടെ തീർന്നു. എന്റെ ആരും അല്ലെങ്കിലും ഗൗരിയുടെ അമ്മ എന്നെ ചൂടുവെള്ളത്തിൽ കുളിപ്പിച്ചു. നല്ലോണം ഒരച്ച് തേച്ച്. അന്നെന്റെ ഗൗരിക്ക് ഒരു 8-10 വയസ്സ് കാണും. ഒരിറച്ചി വെന്ത മണാത്രയാന്ന് എനിക്ക് അവള് പറയും. അമ്മയില്ലാത്ത കുട്ടിക്കാലം ആർക്കും ഉണ്ടാവരുതമ്മേ. സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന് അമ്മയില്ലാതെ കഴിയേണ്ടി വന്നിട്ടുണ്ട്. പിന്നീട് എല്ലാവരും ഉണ്ടായിട്ടുമുണ്ട്. ഇപ്പൊ എനിക്ക് എല്ലാരും ഉണ്ട്. എല്ലാരും